സ്കോട്ട്ലൻഡിലെ വിശുദ്ധ മാർഗരറ്റ് രാജ്ഞിയുടെ തിരുനാളിൽ ആഗോളസഭ. AD 1057 സ്കോട്ട്ലൻഡിലെ രാജാവായ മാൽക്കോം വിവാഹം കഴിച്ചത് ഇംഗ്ലീഷ് രാജാവായ വിശുദ്ധ എഡ്വേർഡിന്റെ സഹോദരപുത്രി മാർഗരറ്റിനെയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ രാജ്ഞി അമൂല്യമായ ഒരു പവിഴം തന്നെയായിരുന്നു. കൊട്ടാരത്തിനകത്താണ് വളർന്നതെങ്കിലും മാർഗരറ്റ് ലൗകിക സന്തോഷങ്ങളെ വിഷമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. മാൽക്കോം പരുപരുത്ത ഒരു മനുഷ്യനായിരുന്നെങ്കിലും രാജ്ഞിയുടെ സംപ്രീതമായ പെരുമാറ്റം കൊണ്ട് അദ്ദേഹം ശ്രദ്ധ പതിക്കാനും ഭരണകാര്യങ്ങളിൽ രാജ്ഞിയുടെ ഉപദേശം തേടാനും കൂടി തയ്യാറായി. എല്ലാ പ്രവർത്തികളിലും രാജ്ഞി ഭർത്താവിനെ സഹായിച്ചിരുന്നെങ്കിലും പ്രാർത്ഥനയ്ക്കോ ദൈവസാന്നിധ്യ സ്മരണയ്ക്കോ കുറവ് വരുത്തിയിട്ടില്ല. 8 മക്കളുണ്ടായി. അവരെ ദൈവഭക്തിയിലായിരുന്നു മാർഗരറ്റ് വളർത്തിയത്. രാജ്യം മുഴുവനും തന്റെ കുടുംബമായിട്ടാണ് രാജ്ഞി കരുതിയിരുന്നത്. ഞായറാഴ്ചകളും നോമ്പ് ദിവസങ്ങളും ആചരിക്കാൻ ശ്രദ്ധ ചെലുത്തിയിരുന്നു. നോമ്പുകാലത്തും ആഗമനകാലത്തും ദിവസം തോറും 300 ദരിദ്രരെ വിളിച്ച് രാജാവും രാജ്ഞിയും ഭക്ഷണം വിളമ്പിക്കൊടുത്തിരുന്നു. വിദേശീയർക്കു വേണ്ടി കൂടി രാജ്ഞി ആശുപത്രികൾ സ്ഥാപിച്ചു. നോയമ്പിലും ആഗമനകാലത്തും പാതിരാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരുന്നു. രാവിലെ കുർബാന കഴിഞ്ഞു വരുമ്പോൾ 6 ദരിദ്രരുടെ പാദങ്ങൾ കഴുകി അവർക്ക് ധർമ്മം കൊടുത്താണ് അയച്ചിരുന്നത്. മാൽക്കോം സമാധാനപ്രിയനായിരുന്നെങ്കിലും സമർത്ഥനായ ഒരു പോരാളിയായിരുന്നു. ഒരു ഇംഗ്ലീഷ് സൈന്യം അദ്ദേഹത്തിന് കീഴടങ്ങി ആൻവിക് മാളികയുടെ താക്കോൽ രാജാവിന് സമർപ്പിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഇംഗ്ലീഷ് പടയാളികൾ അദ്ദേഹത്തെ കുത്തിക്കൊന്നു. തുടർന്ന് നടന്ന യുദ്ധത്തിൽ മകൻ എഡ്ഗാറും മരിച്ചു. ദൈവതിരുമനസ്സിന് കീഴ്പ്പെട്ടുകൊണ്ട് രോഗിയായിരുന്ന രാജ്ഞി എല്ലാം സഹിച്ചു. തിരുപ്പാധേയം സ്വീകരിച്ച ശേഷം രാജ്ഞി പ്രാർത്ഥിച്ചു, കർത്താവായ ഈശോ, അങ്ങ് മരിച്ചുകൊണ്ട് ലോകത്തെ രക്ഷിച്ചുവല്ലോ, എന്നെ രക്ഷിക്കണമേ. ഇതുതന്നെയായിരുന്നു രാജ്ഞിയുടെ അന്തിമ വചസ്സുകൾ. വിശുദ്ധ മാർഗരറ്റെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.